ഹലോ, ഇന്ന് ചെറിയൊരു ഇലക്ട്രീഷ്യൻ പണിയാണ്. ഇത് കണ്ടോ, ഈ ബോർഡ് കുറച്ച് ദിവസമായി കത്തുന്നില്ല. അപ്പോൾ എന്താണ് കത്താത്തത് എന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കണ്ടോ, എല്ലാം ഇളകി കിടക്കുക. അപ്പോൾ ഞാനിത് ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ വയറൊക്കെ ഇളകി കിടക്കുക. അപ്പോൾ എനിക്കാവുന്നത് പോലെ ഇതൊന്ന് ശരിയാക്കി നോക്കട്ടല്ലേ. നമ്മൾ നോക്കണമല്ലോ, ഇങ്ങനെയുള്ള പണിയൊക്കെ നമുക്കും പറ്റും നോക്കണമല്ലോ. കഴിഞ്ഞ ദിവസം ഇലക്ട്രീഷ്യൻ വന്നിനു. അപ്പോൾ അതിലേക്ക് കണക്ഷൻ കൊടുത്തു. അവർ കണക്ഷൻ കൊടുത്തിട്ട് അപ്പോൾ ഒരു സൈഡൊക്കെ കത്തുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു സൈഡ് കത്തുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് പറ്റിയില്ലെങ്കിൽ അവരെ ഒന്നുകൂടി വിളിക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് നോക്കട്ടെ. ആ കണക്ഷൻ കൊടുത്തതിന് ശേഷം ഞാൻ ഇത് മൊത്തം കത്തിയെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഇപ്പോൾ കണ്ട ഈ വയറ് ഇവിടുന്ന് കണക്ഷൻ ഇളകിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കത്തോ ഇല്ലയോ എന്നുള്ളത്. സക്സസ് ആയിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. ഇവിടുന്ന് ജോയിൻ്റ് ഇളകിയതാണ്. അപ്പോൾ ജോയിൻ്റ് ഇളകിയത് നമുക്കിത് ഒന്ന് ശരിയാക്കി കൊടുക്കാം. കറണ്ടെല്ലാം ഞാൻ ഓഫാക്കിന് കേട്ടോ. ഈ സെലോ ടപ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ അറ്റം പരിധിയൊക്കെ കിട്ടൂല. നമ്മൾ ഇപ്പുറത്തുനിന്ന് വരുത്തുമ്പോൾ അപ്പുറത്ത് നിൽക്കും, അപ്പുറത്തുനിന്ന് വരുത്തുമ്പോൾ ഇപ്പുറത്ത് നിൽക്കും. ഭാഗ്യത്തിന് കിട്ടി കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് സെലോ ടോപ്പ് ഒട്ടിച്ചിട്ട് വൃത്തിയാക്കാം. കാരണം ആ ഉള്ളത് കൂടി പറഞ്ഞുകൊണ്ടല്ലോ. ഇത് ഞാൻ ഇന്ന് കത്തിച്ചിട്ടേ അടങ്ങും. അല്ല, അതിൻ്റെ അറ്റം നമ്മളിത് തൽക്കാലത്തേക്ക് നമുക്ക് ഈ അറ്റം എന്ത് ചെയ്യാം, അവിടെ ഒന്ന് ടച്ച് ചെയ്ത് അവിടെ തൂക്കിയിടാം. അപ്പോൾ ഇനി ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കണം. ഇതിൻ്റെ അറ്റം കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ കണക്റ്റ് കൊടുക്കണം. അതാണ് പ്രശ്നം. ഇതിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുക്കണം. നമ്മളിവിടെ ഇത് കറക്റ്റ് പോയിന്റിൽ കണക്റ്റ് ചെയ്തിട്ട് ഇതിവിടെ കുടുക്കി വെക്കണം. ഞാൻ കൊടുക്കുന്നത് കറക്റ്റാണെന്ന് തോന്നുന്നു. എൻ്റെ കൈ പിടിപ്പി നോക്കല്ലേ. സെലോ ടേപ്പ് ഞാൻ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ആ ജോയിൻ്റ് ഇളകിയത് ഞാൻ സെലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് തന്നെയാണോ എന്നൊന്ന് ലൈറ്റ് ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ശരിയാവോ എന്തോ. അയ്യോ, അപ്പോൾ അവിടെ ഓക്കെ, സക്സസ്. കത്തി, അത് ഫുള്ളായിട്ട് കത്തി. അതോ ഫുള്ളായിട്ട് കത്തി. അപ്പോൾ ഇത് ഹാഫ് ഭാഗം മാത്രമേ കത്തുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളും ഇതുപോലത്തെ ചെറിയ പണിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കും അല്ലേ. അങ്ങനെ എൻ്റെ ബോർഡ് ഫുള്ളായി കത്തി. ഇന്നലെ ചെയ്തപ്പോൾ ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഇതിൻ്റെ പകുതി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കറണ്ട് ഇതിലേക്ക് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇന്നലെ ഇതിലേക്ക് കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് ഫുള്ളായി കത്തുന്നുണ്ടോ എന്ന് ഞാൻ ഇന്നലെ ചെക്ക് ചെയ്തില്ല. അപ്പോൾ ഇന്ന് ഇത് ഫുള്ളായി കത്തി. കുറേ കാലമായി കത്താതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റിപ്പയറിങ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.